ഹലോ. ഇന്നുണ്ടല്ലോ ഇതും ഒരു പഴയകാല കഥയാണ്. പഴയകാല കഥ ഓഫ് ഇൻഫിഡിലിറ്റി. ഇൻഫിഡിലിറ്റി എന്ന് പറയുമ്പം നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ അല്ലേ. ഇൻഫിഡിലിറ്റി ഈസ് സംതിങ് വിച്ച് ഇസ് വെരി വെരി ഡിട്രിമെൻ്റൽ ടു ദ മാരേജസ്. അതായത് ഒരു വിവാഹം എന്നൊക്കെ പറയുന്നത് പണ്ട് കാലത്ത് ഈ രജിസ്ട്രേഷനും മാൻഡേറ്ററി അല്ലായിരുന്നു. അറിയാമല്ലോ അല്ലേ. ഒരു അമ്പലത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന്, അതും ഗുരുദേവനെയൊക്കെ ഭജിക്കുന്ന ആളുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സിമ്പിളായിരിക്കണം വിവാഹം എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഒരു അമ്പലത്തിൻ്റെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിടും. കാരണം അവരത് ചിലരത് അതൊരു ഒരു ഒരു എന്താ പറയണേ, നല്ല ഇൻറ്റൻഷനോടുകൂടെ ചെയ്യുന്നവരും, ചിലർ നമുക്ക് പിന്നീട് മനസ്സിലാവും അവരുടെ ആ ഇൻറ്റൻഷൻ അന്നേ ശരിയല്ലായിരുന്നു എന്ന്. പിന്നീട് വേറെ ചിലർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻ്റർ കാസ്റ്റ് മാരേജ് തന്നെ ചെയ്യുന്നത് രജിസ്ട്രേഷൻ ഒന്നും ഇല്ലാതെ അന്യോന്യം രക്തഹാരം അണിയിച്ചുകൊണ്ടൊരു കല്യാണം ഉണ്ടായിരുന്നു പണ്ട് ഈ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്നവർ. അങ്ങനെ ആ രീതിയിൽ വിവാഹം കഴിച്ച ഒരു കൂട്ടർ അവർ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആ ഹസ്ബൻഡിന് നല്ലൊരു ജോലി കിട്ടി ബോംബെയിൽ. വൈഫിനെയും കൊണ്ട് ഈ പറഞ്ഞ ഇങ്ങനെ ഇൻ്റർ കാസ്റ്റ്, ഒരാൾ ഹിന്ദുവും ഒരാൾ ക്രിസ്ത്യനുമാണ്, ലേഡി ക്രിസ്ത്യനാണ്. രണ്ടുപേരും അവിടെ ചെല്ലുകയാണ്. ലേഡി വന്നിട്ട് നഴ്സിംഗ് പഠിച്ചതാണ്. അപ്പോൾ അവിടെ ചെന്ന് ഹസ്ബൻഡിന് അങ്ങനെ ഒരു ചെറിയ ജോലിയേ ഉള്ളൂ, ഭയങ്കര ചെറിയ അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള എന്തോ ജോലിയാണ് ഏതോ ഒരു ചെറിയ കമ്പനിയിൽ. അപ്പോൾ അവരവിടെ ഇങ്ങനെ സമാധാനമായിട്ട് കഴിയുന്നു. ആ സമയത്ത് ഇദ്ദേഹം IAS എഴുതാൻ പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വൈഫ് പറഞ്ഞു, ഡൽഹിയിലാണല്ലോ പോയി എല്ലാം പഠിക്കേണ്ടത്, നമുക്കന്ന് അങ്ങോട്ട് പോവാം, ബോംബെയിൽ എൻ്റെ ഈ ജോലി വേണ്ടാന്ന് വെക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഇല്ലില്ല നീ ഇവിടെ തന്നെ നിൽക്കൂ, എനിക്ക് കുറച്ച് പൈസയിൽ ജീവിക്കാൻ നോക്കൂ അവിടെ. എല്ലാവരും കൂടെ അങ്ങോട്ട് പോയി. അപ്പോൾ കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞു. ഇവരുടെ അമ്മയെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നിർത്തി ഈ കുട്ടികളെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ച് ഇദ്ദേഹം ഡൽഹിയിലേക്ക് മൂവ് ചെയ്യാണ് IAS കോച്ചിങ്ങിന് വേണ്ടി. അങ്ങനെ ഇവിടെ നിന്ന് ഇവർ മാസം പിശുക്കി എങ്ങനെയൊക്കെയോ വളരെ ചുരുങ്ങിയ എമൗണ്ട് അയച്ചു കൊടുത്ത് അവിടെയും അദ്ദേഹം എന്തോ പാർട്ട് ടൈം ക്ലർക്കായിട്ടൊക്കെ അക്കൗണ്ടൻ്റായിട്ടൊക്കെ എവിടേക്കോ വർക്ക് ചെയ്ത് അദ്ദേഹത്തിന് അവസാനം IAS കിട്ടുന്നില്ല. പക്ഷേ IAS കിട്ടിയായിരുന്നെങ്കിൽ അവിടെ ജോലിയും പോയാൽ ഇവർ പോയി ഇത് ചെയ്ത്. ഞാൻ പറഞ്ഞു തന്നെ കഥ എങ്ങനത്തെയാണ്. IAS കിട്ടിയില്ല, പക്ഷേ അവിടെ തന്നെ ഒരു നല്ല കമ്പനിയിൽ നല്ല സാലറിയിൽ ജോലി കിട്ടിയപ്പോൾ ഇദ്ദേഹം ഈ IAS ഇതിൻ്റെ പിന്നാലെ പോകുന്നത് നിർത്തി. എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയാവോ, ഈ അന്നത്തെ കാലമല്ലേ, 70s ആണേ. ഒന്നില്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കത്തയക്കണം, അല്ലെങ്കിൽ ടെലിഗ്രാം അയക്കണം, അല്ലെങ്കിൽ കയറി ചെല്ലണം, അങ്ങനെയൊക്കെയാണ്. അവിടെ വെച്ചിട്ട് ഒരു പെൺകുട്ടിയായിട്ട് ലവ് അഫെയർ ആയി. ഈ IAS അക്കാഡമിയിൽ പഠിക്കുമ്പോൾ അവിടെയൊക്കെ പഠിക്കാൻ വരുന്ന പെൺകുട്ടികളൊക്കെ നല്ല സ്റ്റുഡിയസും ഒക്കെ അല്ലേ. ഈ പാവം ഗ്രാമത്തിൽ നിന്ന് വന്ന നേഴ്സ് ആ ലേഡിക്ക് എന്തറിയാം. ഈ മനുഷ്യൻ വീട്ടിലേക്ക്, അതും നല്ല തറവാട്ടിൽ പിറന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ഈ മനുഷ്യൻ അവരുടെ വീട്ടിലേക്ക് കത്തയച്ചു. ഇവരുടെ സഹോദരന്മാരും എല്ലാവരും പോയി അന്വേഷിച്ച് അവരുടെ അച്ഛനും അമ്മയും ഇയാളുടെ അച്ഛനും അമ്മയും കൂടെ ചേർത്ത് ആ രണ്ടാമത് അവർ കണ്ടു എന്ന് പിടിച്ചു എന്ന് പറഞ്ഞില്ല, ആ സ്ത്രീനെ അങ്ങ് വിവാഹം കഴിച്ചു. എന്തൊരു മനുഷ്യനാണെന്ന് ആലോചിക്കണം അല്ലേ. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ അങ്ങ് ഡംപ് ചെയ്തിട്ടിട്ട് പോയി. ഇങ്ങനെ കല്ലായിരിക്കുമോ? അന്നൊക്കെ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാരിദ്ര്യം അങ്ങനെ ഇറേസ്ഡ് ആയിട്ട് വരുന്നില്ലേ ഉള്ളൂ. ഇതുപോലെ പഠിത്തമൊക്കെ ഉള്ള ആൾക്കാർക്ക് മാത്രം ഉള്ള ഒരു പ്രിവിലേജാണ് ഇങ്ങനെ പുറത്ത് വന്നിട്ട് ഹിന്ദി പറയാനും ഇംഗ്ലീഷ് പറയാനും ഒക്കെ പറ്റിയിട്ട് എന്താ പറയണ ഗംഭീരമായിട്ട് ഞങ്ങൾ വളരും പുറത്തേക്ക് ഇറങ്ങുന്ന ഈ ആൾക്കാർ അന്നത്തെ കാലത്ത്. ബിക്കോസ് അവരുടെ ഒരു ഗ്രാജുവേഷൻ ബാക്ക്ഗ്രൗണ്ട് തന്നെ മതി. ബിക്കോസ് ബ്രിട്ടീഷേഴ്സ് അവിടെ നിന്ന് പോകുന്ന സമയത്തായിരിക്കും ഇവരൊക്കെ ഗ്രാജുവേറ്റ്സ് ആയത്. സോ ദേ വുഡ് ഹവ് ഇമ്പാർട്ടഡ് ദെയർ ഇംഗ്ലീഷ് നോളജും അതും ഇതൊക്കെ ഒരു സെറ്റപ്പ് ആയിട്ടുണ്ടാവും അന്നത്തെ ആൾക്കാർ. സോ ഇവർ എന്ത് ചെയ്യും, ഈ രണ്ട് കുട്ടികളെയും കൊണ്ട് ഇവർക്ക് ഡൽഹി പോയി അന്വേഷിക്കാൻ ഉള്ള നിവൃത്തിയുണ്ടോ? നാട്ടിൽ വെച്ചിട്ട് അവരുടെ വീട് അറിയാമെന്നല്ലാണ്ട് ഒന്നും അറിയില്ല ഇദ്ദേഹത്തെ പറ്റിയിട്ട്. കാരണം പറയാതെയാണ് ഇവർ പുറപ്പെട്ട് വന്നിരിക്കുന്നത്. അവരുടെ വീട്ടിലെ അമ്മയ്ക്കൊക്കെ അറിയാം, പക്ഷേ എന്നിട്ട് അവർ ക്രിസ്ത്യൻ ഫാമിലിയുമാണല്ലോ. അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ആർക്കും അറിയില്ല ഇദ്ദേഹമാണ് ഇവരുടെ ഈ കുഞ്ഞുങ്ങളുടെ പിതാവെന്ന്. അവർ നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് അവസാനം കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ മരിച്ചു പോവുകയുണ്ടായി. പക്ഷേ ഈ മനുഷ്യനാകട്ടെ കൂളായിട്ട് ജീവിക്കുകയാണ്, നല്ല അലങ്കാരമായിട്ടുള്ള പദവികളും എല്ലാം എടുത്തിട്ട്.
പക്ഷെ എന്താ ഉണ്ടായെന്നറിയോ, ആ മരിച്ചുപോയി എന്ന് പറയുന്ന ആ നേഴ്സിൻ്റെ 2 മക്കളും ഏത് രീതിയിലാണോ ഡിക്ലൈനായി പോയത്, അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മക്കൾക്കും സംഭവിച്ചു. അകാലത്തിൽ വൈധവ്യം സംഭവിച്ചു, പിന്നെ വളരെ ദാരിദ്ര്യം സംഭവിച്ചു. എങ്ങനെ അതൊക്കെ വന്ന് ആ വീട്ടിലേക്ക് ഭവിച്ചതെന്ന് അറിയില്ല. അത്ര ഭംഗിയായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നതാണ്. ഞാനിത് പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ടേക്ക് അവേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിവാഹ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഭാര്യയെ ശരിയായിരിക്കാം, എന്താ പറയണ, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം. അവർക്ക് അന്നൊക്കെ അത്രയല്ലേ വിവരമുള്ളൂ. ആ ട്രസ്റ്റോട് കൂടി ജീവിച്ചിരുന്ന അവരെ അങ്ങനെ ഒരു കുപ്പത്തൊട്ടിയിൽ ഇട്ടിട്ട് പോകുന്ന പോലെ പോയ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് എന്ത് മഹാത്മ്യമുണ്ട് അല്ലേ. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എന്നും അടിപിടിയൊക്കെ ആയിരുന്നു എന്നൊക്കെയാണ് പറയണത്. പിന്നെ അതിനകത്തേക്ക് നമ്മൾ പോകുന്നില്ല, അതുകൊണ്ട് അതല്ല ഇവിടുത്തെ വിഷയം. ആ രണ്ടാമത് അവരുടെ തലമുറ 2 കൂട്ടരുടെയും നശിച്ചു പോയില്ലേ, നന്നായോ? എന്തിനാണ് അവർ ഒരു ഗിൽട്ടും ഇല്ലാതെ ജീവിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതുണ്ടാകാൻ പാടില്ല. നമ്മുടെ വീട്ടിലുള്ള ആൺമക്കളോടും പെൺമക്കളോടും പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണെന്നറിയാമോ? ബി ലോയൽ. എന്താണ് നിങ്ങൾ ചെയ്യുന്നത് അതിനോട് ലോയൽറ്റി കാണിക്കൂ. നിങ്ങളൊരു ഭാര്യയെ കൈപിടിച്ച് ഒരു ജീവിത സഖിയായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലേക്ക് കൊണ്ടുവരുമ്പോൾ, എന്നിട്ട് നിങ്ങളുടെ കുട്ടികളെ പ്രസവിച്ചൊക്കെ കഴിയുമ്പോൾ അങ്ങനെ ഇട്ടിട്ട് പോവാ. എന്താ കഥ? ഇത് ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആവില്ലേ? ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്നില്ലേ? ഞാൻ എൻ്റെ പഴയ ഒരു വീഡിയോ ഉണ്ട്, NRA ഹസ്ബൻഡ് ചീറ്റഡ് ബൈ വൈഫ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങളത് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, എനിക്കത് ഇതിനകത്ത് പിൻ ചെയ്ത് വെക്കുന്ന ഇത് ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. ഐ വിൽ ട്രൈ ടു പിൻ ഇറ്റ് ഓഫ്. ആ ഒരു വീഡിയോയും അത് കേൾക്കുമ്പോൾ നമുക്കറിയാം അങ്ങനെ ചെയ്യുന്ന സ്ത്രീകളും ഉണ്ടെന്ന്. അങ്ങനെ ഒരു സ്ത്രീ അങ്ങനെ ഇട്ടിട്ട് പോവുകയും ചെയ്തു 2 പിഞ്ചു കുഞ്ഞുങ്ങളെ. ആ കുഞ്ഞുങ്ങൾ വലുതായി വന്നപ്പോഴേക്കും അവർ മറ്റവരുടെ ജീവിതം ആകെ കട്ടപ്പുകയായി. ഇട്ടിട്ട് പോയ അമ്മയുടെ അച്ഛൻ്റെ നല്ല ജീവിതമായി. അപ്പം കർമ്മ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അതിരിക്കട്ടെ. അവിടെ ഒരു ഫാമിലിയിൽ ഇൻഫിഡിലിറ്റി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കണ്ടില്ലേ? ഒരു തീ കോരിയിട്ടില്ലേ? ഒരു ജീവിതത്തിൻ്റെ മുകളിലേക്ക് തീ കോരിയിട്ടില്ലേ ഒരു മനുഷ്യൻ? ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് പെരുമാറാൻ പറ്റും. അപ്പം അമ്മമാരായിട്ടുള്ള നമ്മുടെ സൺസിനെ നമ്മൾ പറഞ്ഞു കൊടുത്ത് വളർത്തണം. ആരെയും ദ്രോഹിക്കുന്ന ഇത്തരത്തിലുള്ള വഞ്ചന നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ ചെയ്യരുത്. അത് എന്നെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും രൂപത്തിൽ, കാരണം അദ്ദേഹത്തിൻ്റെ മക്കളുടെ വേദന കണ്ട് ജീവിക്കേണ്ടി വന്നു. അതായത് അദ്ദേഹത്തിൻ്റെ അയാൾ 2ാമത് കല്യാണം കഴിച്ചിട്ട് 2 കുട്ടികളുണ്ടായെന്ന് പറയില്ല, അവരുടെ വേദന, അവർ അകാലത്തിൽ വൈധവ്യം പ്രാപിക്കുന്നതും അതൊക്കെ കണ്ടിട്ട് അയാൾക്ക് എന്തായാലും നീറേണ്ടി വരില്ലേ? ഒരു അച്ഛനല്ലേ. ഇനി അങ്ങേർക്ക് ഇനി അതൊക്കെ ഉണ്ടായിരുന്നു എന്ന് ആർക്കറിയാം? കാരണം ഇതുപോലെ ആദ്യത്തെ 2 പിള്ളേർ എവിടാന്ന് പോലും അറിയാതെ ജീവിക്കുന്ന മനുഷ്യർ അല്ലേ? അപ്പോൾ ഈ ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. അപ്പം നമ്മൾ ഒരു വിവാഹം ഇപ്പോൾ കഴിക്കുകയാണെങ്കിൽ രജിസ്ട്രേഷൻ ഉറപ്പായിട്ട് ചെയ്തിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ സുപ്രീം കോർട്ട് വരെ പറയുന്നുണ്ട്, നിങ്ങൾ എന്താ പറയുക, ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമാണ് വിവാഹം കഴിച്ചതെന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ തരത്തിലുള്ള എന്താ പറയുക റൈറ്റ്സ് ഉണ്ടല്ലോ, റിലീജിയസ് റൈറ്റ്സ്, ഒരു കല്യാണം നടത്തേണ്ടത് എങ്ങനെയെന്ന് എല്ലായിടത്തും എഴുതിയിട്ടുണ്ടാവും അല്ലേ? വേദങ്ങളിൽ എഴുതിയ പോലെ വിവാഹം കഴിക്കുന്നുണ്ട് എല്ലാവരും. സപ്തപതി എല്ലാം വെച്ചിട്ട്, സത്ഫേറാസ് എന്ന് പറയും നോർത്തിൽ. ഇതെല്ലാം കംപ്ലീറ്റ് ആക്കി ചെയ്തതിന് ശേഷമായിരിക്കണം ഈ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം ഞങ്ങൾ വിവാഹം കഴിച്ചു എന്ന് പറയുന്നത്. അതിനൊക്കെ ഇപ്പം ഇന്നത്തെ കാലത്ത് വെറുതെ വായകൊണ്ട് പറഞ്ഞാൽ പറ്റില്ല. യു ഷുഡ് ഹാവ് പ്രൂഫ്. ഫോട്ടോസും ഇതൊക്കെ കാണിക്കണം കോടതിന്. അങ്ങനെ കറക്റ്റായിട്ടുള്ള റിച്വൽസ് വരെ വിവാഹം കഴിക്കാതെ വെറുതെ ഒരു പൂമാല ഇട്ടിട്ട് കൊണ്ടുപോയി ഒരു ഫോട്ടോ എടുത്ത് കൊണ്ടുപോയി കാണിച്ചാൽ അത് കോടതി അംഗീകരിക്കില്ല. അതിനെന്താ അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, അപ്പം നമ്മൾ സിമ്പിളായിട്ട് വിവാഹം കഴിക്കുന്നവരെ അംഗീകരിക്കില്ലേ എന്ന് ചോദ്യം വരും. അതല്ല. അങ്ങനെയാണെങ്കിൽ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം നിങ്ങൾ അടുത്ത ദിവസം തന്നെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി രജിസ്റ്റർ ചെയ്യണം എന്നാണ് അവർ പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾ സിമ്പിളായിട്ടുള്ള 2-3 ചടങ്ങുകളൊക്കെ നടത്തി മാലയിട്ട് അത് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമല്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. സ്പെഷ്യൽ മാരേജ് ആക്ട് പിന്നെ ചെയ്യുന്നവർക്ക് പിന്നെ രജിസ്ട്രേഷൻ വഴി മാത്രമാണ് ഉള്ളൂ. അതായത് ഇൻറ്റർ കാസ്റ്റ് മാരേജസ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഇൻറ്റർ റിലീജിയൻ ചെയ്യുന്നവർ എല്ലാവരും പോയിട്ട് രജിസ്റ്റർ ചെയ്യും. എങ്ങനെയത്? സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം. അപ്പോൾ നിങ്ങൾ ക്രിസ്ത്യൻസ് ആണെങ്കിൽ ക്രിസ്ത്യൻ മാരേജ് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് കേട്ടോ. കാരണം അത് പള്ളിയിൽ വെച്ച് നടത്തിയതിന് ശേഷം നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ക്രിസ്ത്യൻ മാരേജ് ആക്ട് പ്രകാരം, ഇഫ് ബോത്ത് ആർ ക്രിസ്ത്യൻസ്.
അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലർ പറയും അയ്യോ ഞങ്ങളുടെ അച്ഛനും അമ്മയൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ലല്ലോ എന്ന്. നോക്കൂ, അന്ന് കറക്റ്റായിട്ടുള്ള റിച്വൽസ് വഴി നടന്നിട്ടുണ്ട്, എന്താ വിവാഹങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. നടക്കാത്ത വിവാഹം ഇപ്പോൾ ഒരു 25-30 വർഷത്തോളം ഒന്നിച്ച് ഭാര്യ ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ ജീവിക്കുകയും അവരുടെ എന്താ പറയുക റേഷൻ കാർഡിലോ അവിടെ ഇവിടെ എല്ലായിടത്തും 10-30 വർഷമായിട്ട് ഇവർ ഭാര്യ എന്നാണ്. അപ്പം തന്നെ ദാറ്റ് ഈസ് ബിക്കം എ മാരേജിൻ്റെ സ്വഭാവം വന്നു കഴിഞ്ഞു, അതൊരു വാലിഡ് മാരേജ് ആയി കഴിഞ്ഞു. ബിക്കോസ് കാലപ്പൊഴുതിൽ അതായി കഴിഞ്ഞു. അത് അന്നത്തെ കാലത്ത് ഇത് മാൻഡേറ്ററി അല്ലായിരുന്നത് കൊണ്ട്, മീൻസ് രജിസ്ട്രേഷൻ. അന്നൊക്കെ സൗദി പോകാനോ അല്ലെങ്കിൽ ഇപ്പോൾ GCC കൺട്രീസിലേക്ക് വരാനും ഒക്കെ ആയിട്ടാണ് ഈ രജിസ്ട്രേഷൻ ആവശ്യമായിരുന്നത്. അതും അന്ന് പഴയ കാലത്ത് ഐ തിങ്ക് പാസ്പോർട്ടിൽ പേര് വെച്ചാൽ തന്നെ അവരെടുക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും കൊണ്ടുവരണം വിസ അടിച്ച് കിട്ടണമെങ്കിൽ. ഇപ്പം എല്ലാം മാറിയിട്ടുണ്ട്. പണ്ട് അത് കാരണം ഇതുപോലത്തെ ഇപ്പം ഈ മനുഷ്യൻ 70കളിൽ പറ്റിച്ച കാര്യം പറഞ്ഞ പോലെ സുഖമായിരുന്നു ആണുങ്ങൾക്ക്, വണ്ടി കയറി അങ്ങ് പോയാൽ മതിയല്ലോ. നല്ല അതിസാമർഥ്യമുള്ള ലേഡീസ് ആണെങ്കിൽ എന്തോ ചെയ്തേനെ അല്ലേ, അവരാണെങ്കിൽ എങ്ങനെയെങ്കിലും പോയി അത് കണ്ടുപിടിച്ചേനെ. ഡൽഹിയിൽ ഇവർക്ക് പറ്റാതെ ആയിപ്പോയി. അതിനുള്ളിൽ ഇങ്ങേറി എല്ലാ പഴുതുകളും അടച്ച് കല്യാണം കഴിച്ച് അത് രജിസ്റ്ററും ചെയ്തു. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ചെയ്യാൻ പറ്റുമായിരുന്നു അവർക്ക്, അവർ ജീവനോടെ ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ? ഈ ഇദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളൊക്കെ ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് നാട്ടിൽ. അങ്ങേര് മരിച്ചുപോയി, അങ്ങേരുടെ ഭാര്യ ജീവിച്ചെടുപ്പുണ്ടോ ഇല്ലെന്ന് തോന്നുന്നു. ഉണ്ടെങ്കിലും പോയിട്ട് ഇവർക്ക് കേസ് കൊടുക്കാൻ പറ്റും. ഈ മക്കൾക്ക് ഞങ്ങൾ പ്രൂഫ് വേണം. അവരുടെ അപ്പോഴത്തെ മക്കളുടെ 2 മക്കളുടെയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പരിശോധിച്ച് നോക്കിയാലുണ്ടല്ലോ ഈ മക്കൾക്ക് പോയി കേസ് കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ചിൽഡ്രൻ ആണെങ്കിൽ പോലും അച്ഛൻ്റെ സ്വത്തിൽ അവകാശമുണ്ട് കേട്ടോ. ഇല്ലെജിറ്റിമേറ്റ് ചിൽഡ്രൻ അവകാശമുണ്ട്, സ്റ്റെപ്പ് ചിൽഡ്രൻ അവകാശമുണ്ട്. ഇതെല്ലാം നിങ്ങൾ വായിച്ചു നോക്കിക്കോളൂ. അഡോപ്റ്റഡ് ചിൽഡ്രനും അവകാശമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് 3ഉം അവകാശമുണ്ട് ഒരു അച്ഛൻ്റെ സ്വത്തിൽ. അതുകൊണ്ട് പറ്റിച്ചുകൊണ്ട് പോയി കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് സ്വത്ത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ രണ്ടാമത് കഴിച്ച സ്ത്രീയുടെയും മക്കളുടെയും വിധി ഒന്ന് ആലോചിച്ച് നോക്കില്ല. അവരറിഞ്ഞിട്ടേ ഉണ്ടാവില്ല, ഷെടാ ഇതെന്താ ഇത് പെട്ടെന്നൊരു ദിവസം അങ്ങേരും ഇല്ല. അങ്ങനെ സ്വത്തിന് ആഗ്രഹപ്പെട്ടവരാണെങ്കിൽ അതും ചെയ്യും, അതിൻ്റെ അപ്പുറവും ചെയ്യുമല്ലേ. അവർക്ക് അവരുടെ അച്ഛനെ പറ്റിയിട്ട് ഒരു ക്ലൂ കിട്ടിക്കഴിഞ്ഞാൽ ചില ആളുകൾ വിചാരിക്കും, മനസ്സിൽ നന്മയുള്ളവർ വിചാരിക്കും എന്തിന് ഈ രണ്ടാമത്തെ അവരെയൊക്കെ ദ്രോഹിക്കാൻ നടക്കണം. ഒരു പക്ഷെ അവരറിഞ്ഞിട്ടുണ്ടാവില്ല, ഞങ്ങളിങ്ങനെ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ച് വിട്ടുകൊടുക്കുന്നവരുമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടേക്ക് അവേ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെയൊക്കെ മക്കളുടെ സൺസിൻ്റെ ആണെങ്കിലും ഡോട്ടേഴ്സിൻ്റെ ഒക്കെ ആണെങ്കിലും അതത് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ഞങ്ങളിങ്ങനെ ഹിന്ദുക്കളാണ് അല്ലെങ്കിൽ ഞങ്ങൾ ക്രിസ്ത്യൻസ് ആണ്, ഞങ്ങൾ ഇത് രജിസ്റ്റർ ചെയ്യാൻ വന്നാണെന്ന് പറഞ്ഞാൽ അവരതിൻ്റെ ഫോം തരും. അത് ഫിലപ്പ് ചെയ്ത് എന്തൊക്കെ ചെയ്യണം, ഒരുപക്ഷെ വിവാഹ നിശ്ചയം കഴിയുമ്പോൾ തന്നെ നിങ്ങൾ പോയി അന്വേഷിക്കേണ്ടതാണ്. കാരണം ചില സമയങ്ങളിൽ കുറച്ച് ഡിലേ ഒക്കെ ഉണ്ടാകും സർട്ടിഫിക്കറ്റ് കിട്ടാനൊക്കെ. അങ്ങനെ ആകുമ്പം പിന്നെ വല്ല ഫോറിനിലൊക്കെ ജോലിയുള്ള പയ്യനാണ് ബ്രൈഡിനെ കൊണ്ടുപോകണം എന്നൊക്കെ ആണെങ്കിൽ ഡിലേ വരാൻ പാടില്ലല്ലോ. സോ യു ഹാവ് ടു അപ്രോച്ച്. ഒരു മോതിരമാറ്റമൊക്കെ കഴിയുമ്പോഴേ പോയിട്ട് അന്വേഷിച്ച് അതിൻ്റെ ഫോർമാലിറ്റീസ് എല്ലാം ചെയ്ത് വെക്കണം കേട്ടോ. ഈ ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്ത് വെച്ചതിന് ശേഷം ഊരിപ്പോകാൻ പറ്റാത്ത അവസ്ഥ വന്ന ഒരു കഥ ഞാൻ നാളെ പറയാം കേട്ടോ. അതായത് ഈ ഒരു കല്യാണ നിശ്ചയമൊക്കെ ചെയ്തപ്പോൾ അപ്പം തന്നെ അവർ രജിസ്ട്രേഷനും ചെയ്തു, പക്ഷേ കല്യാണം ഫോർമാലിറ്റി പിന്നെ നടത്താമെന്നും പറഞ്ഞു പോയി പേപ്പേഴ്സൊക്കെ റെഡിയാക്കാൻ. അത് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞാൻ നാളത്തെ എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. ഇൻട്രസ്റ്റ് ഉള്ളവർ തിരിച്ചു വന്ന് കേൾക്കണം. ഇതിപ്പോൾ ഇത്ര മതി, ഈ കഥ ഇത്ര മതി. ഇതൊക്കെ എന്താന്ന് വെച്ചാലുണ്ടല്ലോ, ഇത് സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് കേട്ടോ. ഇതിനകത്ത് സത്യം പറഞ്ഞേ പറ്റൂ, എന്നാലാണ് എനിക്ക് കേൾക്കുന്നവർ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ ലൈഫിൽ നിന്ന് പെട്ടെന്ന് ഒന്ന് ചിന്തിക്കും, ഒന്ന് ഇരുന്ന് ചിന്തിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ അച്ഛൻ ഒരുപാട് ഗവൺമെൻറ് ജോലികൾ ചെയ്ത ഒരു ഉന്നതമായിട്ടുള്ള, അയ്യോ ദൈവമേ ഉന്നത പദവി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം എനിക്ക് പേടിയാണ്, എന്തെങ്കിലും അവിടെ ഒരു ഗസറ്റഡ് ഓഫീസറായിരുന്നു. അപ്പോൾ അദ്ദേഹം പോലും എന്നെ വിവാഹം കഴിപ്പിച്ച് അയച്ചപ്പോൾ ജസ്റ്റ് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി രജിസ്റ്ററിൽ മാത്രമാണ് രജിസ്ട്രേഷൻ ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ സിസ്റ്റേഴ്സിനെ കല്യാണം കഴിപ്പിച്ചപ്പോഴൊക്കെ എങ്ങനെയായിരുന്നു. അതും പോരാ ഇന്നത്തെ കാലത്ത്. അന്നാണെങ്കിലും ഇത് പിന്നെ മാൻഡേറ്ററി ആക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഫോറിനിലേക്ക് വരാനായിട്ട് ഇവർ ഈ സർട്ടിഫിക്കറ്റ് എടുക്കുന്നുണ്ടായിരുന്നില്ല.
പിന്നീട് ഞങ്ങൾ പോയി രജിസ്ട്രേഷൻ IG-ക്കൊക്കെ പോയി അപ്രോച്ച് ചെയ്തിട്ടൊക്കെയാണ് ഞങ്ങളുടെ വിവാഹം പിന്നീട് പഴയ ഡേറ്റിൽ റിട്രോസ്പെക്റ്റീവായിട്ട് രജിസ്റ്റർ ചെയ്തൊരു സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിക്കേണ്ടി വന്നു. നോട്ടറി അഫിഡാവിറ്റൊക്കെ കൊടുത്തത് കുറേ നടക്കേണ്ടി വന്നു. ആ സമയത്ത് അവരൊരു ചെറിയ ഒരു ഇത് മാൻഡേറ്ററി ആക്കിയ സമയത്ത് അവർ പറഞ്ഞു ഇത്ര സമയത്തിനുള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്തിൽ പോയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഫോർമാലിറ്റീസ് പൂർത്തിയാക്കാമെന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ വന്ന് അത് പെട്ടെന്ന് അവിടുത്തെ രജിസ്റ്ററിൽ തന്നെ ഒപ്പിട്ട് മോള് ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ്. പക്ഷെ അവർ പഴയ ആ ഡേറ്റിൽ തന്നെയുള്ള സർട്ടിഫിക്കറ്റ് ഇന്ന ദിവസമാണ് രജിസ്ട്രേഷൻ ആയെന്നുള്ള സർട്ടിഫിക്കറ്റ് പോലെയൊക്കെ തന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട് എല്ലാവരും, ബട്ട് ചിലർ ചിലപ്പം അത് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും. ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലാത്ത ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ ഞാൻ ഒന്നും കൂടി എംഫസൈസ് ചെയ്തു എന്ന് മാത്രം. കാരണം നിങ്ങളെല്ലാവരും എന്നെ കേൾക്കുന്നവർക്ക് എല്ലാവർക്കും സാമാന്യം എഡ്യൂക്കേഷൻ ഉള്ളവരാണല്ലോ. അപ്പോൾ അവർക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ ഇതൊരു ഓർമ്മപ്പെടുത്തലാണെന്ന് മാത്രം. ഇപ്പം നമ്മൾ പേപ്പറിലൊരു ലേഖനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ പേപ്പറിലൊരു സംഭവം വായിക്കുമ്പോഴാണല്ലോ നമ്മൾ ഇതിനെ പറ്റിയിട്ട് ചിന്തിക്കുക. പെട്ടെന്ന് മറന്നു പോകാൻ പാടില്ലല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ദിസ് ഈസ് റിയലി ആൻ ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ യുവർ ലൈഫ്. ഇങ്ങനത്തെ രജിസ്ട്രേഷൻസ്, പ്രോപ്പർട്ടി ഡോക്യുമെൻറ്റ്സ് ഇതെല്ലാം വളരെ കെയർഫുള്ളായിരിക്കണം. യു ഹാവ് ടു കീപ്പ് ഇറ്റ് വിത്ത് യു ടിൽ ദ എൻഡ് ഓഫ് യുവർ ലൈഫ് കേട്ടോ. ഹൊറോസ്കോപ്പിൻ്റെ കൂടെ ഈ പേപ്പേഴ്സൊക്കെയാണ്. ഹൊറോസ്കോപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ജാതകം വലിയ അത്യാവശ്യമുള്ള കാര്യമല്ല. പണ്ട് ജാതകമായിരുന്നല്ലോ ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും പണ്ടത്തെ ആൾക്കാർക്ക് സ്കൂളിൽ പോകാത്തവർക്ക് എവിടെ നിന്ന് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാനാണ്. അതുകൊണ്ട് ജാതകമായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ലൈക്ക് വെച്ചുകൊണ്ടിരുന്നത് ലൈക്ക് ആസ് എ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ പകരമായിട്ട്. സോ ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞൊരു കഥ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും പഴയത് 3-4 എണ്ണമൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ അവിടെ ഇങ്ങനെ വലിയ അനക്കമില്ലാതെ. എല്ലാവരും ഒന്ന് കേൾക്കണം. സോ ദിസ് ഇസ് എപ്പിസോഡ് 5 ഓഫ് ഗ്രേറ്റ് ഇന്ത്യൻ ഫാമിലി. ഓക്കെ, ബൈ, സീ യു ടുമോറോ.